Good evening everyone. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 7 സ്റ്റേറ്റ് സിലബസിൻ്റെ സോഷ്യൽ സയൻസിൽ മൂന്നാമത്തെ ചാപ്റ്റർ ആയ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്, ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. I shall strive for a constitution which will release India from all thraldom and patronage and give her in which the poorer shall feel that it is their country, in whose making they have an effective voice, and India in which all communities shall live in perfect harmony. There can be no room in such an Indian for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same rights as man. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ച നീച തത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. ഒട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇത് എഴുതിയത് മഹാത്മാഗാന്ധിയാണ്. നെക്സ്റ്റ് പേജ്. വാസ് ഇറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദാറ്റ് വി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? സ്വാതന്ത്ര്യത്തിനു ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? അപ്പോൾ എന്തൊക്കെയാണ്? സോവറിനിറ്റി പരമാധികാരം, ഇക്വാലിറ്റി തുല്യത, ഫ്രട്ടേണിറ്റി സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി. കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഡ്രീം ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്, ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. The first war of independence in 1857 was the first mass movement against the British rule. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. Soldiers, tribals, kings, feudal lords, peasants and many other groups participated in the struggle. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. The movement helped the people to develop a sense of nationalism based on religious harmony. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. The strengthening of nationalism led to the formation of many regional organizations against foreign domination in different parts of India. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ ആൻഡ് പൂനെ സാർവജനിക് സഭ ആർ സം എക്സാമ്പിൾസ്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ആസ് ഡിസ്റ്റിങ്ക്ട് from such organizations of a regional nature, a national organization emerged in 1885 through the Indian National Congress. With that, the anti-British agitations at the national level achieved an organized dimension. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. The main objectives of this movement were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. The main objectives of the freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു.
At each phase of the struggle, the leadership had different views, including moderate, extremist nationalism. However, the nationalist movement proceeded by upholding some basic ideas and values. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. With the advent of Gandhiji, the freedom movement transformed itself into a mass movement. Gandhiji's influence strengthened the demand for democracy based on social justice. ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. The leaders wished that the ideas and values of freedom, equality based on social justice, brotherhood and religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻസ്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. ഓൾ റിലിജിയൻ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. സാമൂഹിക നീതി ഉറപ്പുവരുത്തണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻ. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. പ്രികഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ മുൻഗാമി. Didn't we get freedom on 15th August 1947, but the constitution came into force on 26 January 1950. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. Then what was India's constitution and law for 2.5 years after independence? അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? Don't you have such a doubt? What we followed was Government of India Act passed by the Britain in 1935 until we became a republic. Many ideas and provisions of our constitution were taken from this act. Our constitution came into force on 26th January 1950, replacing this act. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കുമില്ലേ ഇങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുകയാണ്. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. Find out the features of the Government of India Act 1935 by observing the figure below. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകൾ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 provinces, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. പിന്നെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ട്. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രോവിൻസസ്, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. The Constitution towards framing. A code of law for independent India was one of the main proposals of the cabinet mission that visited India in 1946 to discuss the transfer of power. The Constituent Assembly was formed with this objective. ഭരണഘടന നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്.
അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ്. ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ സവിശേഷതകളാണ്. അതിൻ്റെ നിർമ്മാണ കാലയളവെന്ന് പറഞ്ഞാൽ 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946 ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. പിന്നെ came into effect on 26 January 1950 India became republic. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949. ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചതും 1949 നവംബർ 26 26 ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. For an unblemished constitution, the Constituent Assembly, which was entrusted to frame our constitution, had the desire that it should be the best in the world. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ മേഡ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അബൌട്ട് 60 countries. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. He intended to adopt the good aspects of other countries' constitutions. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം. While adopting the ideas from foreign constitutions, due to consideration was given to India's diversity, historical tradition and culture. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.